सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भा शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्य केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. ആദ്യം തന്നെ ഇന്ന് അവധിയായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി ലൈവിൽ വന്നതിന് ഒരുപാട് സന്തോഷം. ഒരുപാട് പേർക്ക് വരാൻ പറ്റില്ല, മഴയും മറ്റ് പ്രതിബന്ധങ്ങളുണ്ടെന്ന് അറിയിച്ചിരുന്നു. അവർക്ക് റെക്കോർഡിങ് വേണമെന്ന് അത് അയച്ചു കൊടുക്കാം നമുക്ക്. അപ്പം എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ഇന്ന് റേഡിയോയിൽ കേട്ട് മൺസൂൺ തുടങ്ങിയെന്ന് കേരളത്തിൽ. അതുകൊണ്ട് ശരീരമേവ ഖലു ധർമ്മ സാധനം അല്ലേ, അതെപ്പോഴും ഓർമ്മയിൽ കരുതുക. നമ്മൾ ആരോഗ്യത്തെ വളരെയധികം സംരക്ഷിക്കുക. കാരണം സാധനയ്ക്ക് പരമ പ്രധാനമായത് ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും ശ്രദ്ധിക്കുക ആരോഗ്യത്തെ. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയി ബ്രാഹ്മണം ആരംഭിക്കുന്നത് തന്നെ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു. മൈത്രേയിയായ പത്നിക്ക് പത്നിയായ മൈത്രേയിക്ക് അല്ലേ, അപ്പോഴേ ഗ്രാമർ ശരിയാവുള്ളൂ. പത്നിയായ മൈത്രേയിക്ക് ബ്രഹ്മവിദ്യാ ഉപദേശത്തോടു കൂടിയായിരുന്നു. ഇവിടെ വരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യാജ്ഞവൽക്യ മഹർഷി എന്തുകൊണ്ടാണ് ഞാൻ ഈ സർവസ്വത്തുക്കളെയും ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്നത്, മൈത്രേയി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി അല്ലേ.
എന്നിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഉദാഹരണങ്ങൾ: പത്യുക്കാമായ പതിപ്രിയോ ഭവതി, ജായായേ കാമായ ജായാപ്രിയ ഭവതി, പുത്രാഹ കാമായ പുത്രാഹ പ്രിയ ഭവന്തി, വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി, അല്ലെ, ബ്രഹ്മസ്യ കാമായ ബ്രഹ്മം പ്രിയം ഭവതി, ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി, ലോകാഹ കാമാഹ ലോകാദി പ്രിയാണി ഭവന്തി ഇത്യാദി ഇത്യാദി ഉദാഹരണങ്ങൾ കണ്ടു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ ഭാഗത്ത് ഭഗവത്പാദര് ആചാര്യസ്വാമികള് തൻ്റെ ഒരു പ്രകരണ ഗ്രന്ഥത്തിൽ ഈ ഉദാഹരണങ്ങളോട് കൂടിയ പറയുന്നുണ്ട്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന്. അതിനുശേഷം വെരി ഗുഡ്, ഭജഗോവിന്ദ, വെരി ഗുഡ്. ഭജഗോവിന്ദത്തിൽ എവിടെയാണ്? പറയൂ സന്ധ്യാമ്മ. വേണ്ട വേണ്ട, ഞാൻ പറയാം. അത്രയെങ്കിലും പറഞ്ഞല്ലോ അമ്മ, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഭാര്യാഭിഭ്യതി തസ്മിൻ കാലേ. നിങ്ങൾ ഭജഗോവിന്ദം എപ്പോഴെങ്കിലും എടുത്ത് നോക്കണം, ബാക്കി അവിടെ കിട്ടും. അതൊക്കെ എവിടെ നിന്നാണ് ആചാര്യസ്വാമികൾ എടുത്തിരിക്കുന്നത്? എല്ലാ ഉപനിഷത്ത് തന്നെയാണ് സ്രോതസ്. അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മളിങ്ങനെ മരണത്തിൽ കിടക്കുകയാണ്, അല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നും ചൈതന്യം പോയി ജഡമായി കിടക്കുകയാണ്. ആ ജഡശരീരത്തെ എല്ലാവരും ഭയപ്പെടുമല്ലോ. അതിന് ഉദാഹരണങ്ങൾ പല പേര് പറയുന്നതേ ഉള്ളൂ. അതിൽ എല്ലാവരും ഉൾപ്പെടും, അല്ലേ? അതായത് ആത്മസ്ഥ കാമായ സർവം പ്രിയം ഭവതി. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇത് അംഗീകരിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ പറയും, ഞാൻ പുത്രന് വേണ്ടിയാണ് ജീവിക്കുന്നത്, പുത്രിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, പതിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, പത്നിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കൂ, എനിക്ക് അനിഷ്ടമായി എന്തെങ്കിലും ഈ പരിവാരങ്ങൾ, അല്ലേ, ചെയ്യുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് തന്നെ അറിയാം. എന്തിനാ ഒരാൾ സന്യാസിയാകുന്നത്? ആത്മനസ്തുകാമായ. എന്തിനാ നമ്മൾ ഗൃഹസ്ഥരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അല്ലേ? ഗൃഹസ്ഥരെക്കാളും ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി ആർക്കാന്നറിയോ യോജിക്കുക? സന്യാസികൾക്കാണ്. എന്തിനാ ഒരാൾ സന്യാസം എടുക്കുന്നത്? ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി, അല്ലേ? അതുപോലെ എല്ലാ ആശ്രമങ്ങളും. അത് പറഞ്ഞതിന് ശേഷം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്വധർമ്മത്തിൻ്റെ പ്രാധാന്യം കണ്ടു. 6ാമത്തെ മന്ത്രത്തിൽ 7 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ. അല്ലയോ മൈത്രേയി, നീ എന്ത് ചെയ്യണം? പരമാത്മാവാണ് എല്ലാറ്റിനെയും നിലനിർത്തുന്നത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ 3 ധർമ്മങ്ങൾ അത് പറഞ്ഞു തരികയായിരുന്നു. ആദ്യം സ്ഥിതി എന്ന ധർമ്മം, പിന്നെ അതിനുശേഷം 10ാമത്തെ മന്ത്രം സൃഷ്ടി എന്നത്. അതായത് എന്തിനെയൊക്കെ സൃഷ്ടിച്ചോ, നീ സൃഷ്ടി കാണുന്നുണ്ടോ? ഉണ്ട്. അത് അനുഭവിക്കുന്നുണ്ട്, അല്ലെ? എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉറക്കമുണ്ട്, അല്ലേ? എല്ലാം ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഈ സൃഷ്ടിയുണ്ട്, ഈ സൃഷ്ടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, അനുഭവിക്കുന്നത്, അല്ലേ? ശബ്ദ, സ്പർശ, രൂപം, രസം, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ശരി, സൃഷ്ടിയുണ്ട്. ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് പരമാത്മാവാണ്. ഈ ശബ്ദാദികളെയെല്ലാം രൂപാദികളെയെല്ലാം നീ ഈശ്വരനായി കാണൂ, അതിനെ പാലിക്കുന്നവനും ഈശ്വരനാണെന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു. ശംഖിൻ്റെ ഉദാഹരണം, വീണയുടെ ഉദാഹരണം, ദുന്ദുഭേ പെരുമ്പറയുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. അതായത് പല രൂപങ്ങളായിക്കോട്ടെ, പല നാദങ്ങളായിക്കോട്ടെ, അല്ലേ, പല ശബ്ദങ്ങളെല്ലാം ആയിക്കോട്ടെ, അതൊക്കെ പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. സ്ഥിതിയുടെ ഉദാഹരണം 3 എണ്ണം കണ്ടു. സൃഷ്ടിയുടെ ഉദാഹരണം 10ാമത്തെ മന്ത്രത്തിൽ എങ്ങനെയാണോ നനഞ്ഞ വിറകിൽ നിന്ന് പുക വരുന്നത്,
അത് ആ നനഞ്ഞ വിറകിൻ്റെ സ്വഭാവമാണ് അല്ലേ. നമ്മൾ നനഞ്ഞ വിറക് കൊണ്ട് അഗ്നിയിൽ കാണിച്ചാൽ അതിൽ നിന്ന് പുകയേ വരികയുള്ളൂ അല്ലേ. ആ അഗ്നി പിടിച്ച് ആ നനവ് മാറി മാറി, ആ ആർദ്രത മാറി 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 മാറിയേ അതിൽ നിന്നും പിന്നെ അഗ്നി ജ്വലിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം പുകയാണ് വരുന്നത്. ആ ഉദാഹരണം നമ്മൾ കണ്ടു. അതുപോലെ എന്താണ്, അത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് പുക വരുന്നതല്ല അല്ലേ, വേണമെന്ന് വെച്ചിട്ടല്ല, അത് ആ നനഞ്ഞ വിറകിൻ്റെ സ്വഭാവമാണ്. അത് എഫേർട്ട്ലെസ്ലി, അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വിറക്? അല്ല, ഞാൻ ആരാണോ എന്നെ വിറക് കത്തിക്കാൻ വരുന്നത് അയാൾ ശരിയല്ല, അയാൾക്ക് ഇച്ചിരി പുക കൊടുക്കാം എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല വിറക് അല്ലേ. അത് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ സ്വഭാവമാണത് ധൂമഹ എന്നത്. അപ്പം അതുപോലെ തന്നെ എന്താണ്, പരമാത്മാവ് എന്ന് സൃഷ്ടി നടത്തുകയാണ്. ഒരു പ്രത്യേകിച്ചൊരു ആൾക്ക് വേണ്ടിയോ ഒരു കാരണത്തിന് വേണ്ടിയോ ഒരു നിമിത്തം ഉണ്ടായിട്ടോ ഒന്നുമല്ല അല്ലേ. യഥാപൂർവം അകൽപ്പയത്, എനിക്ക് സൃഷ്ടി നടത്തണമെന്നുള്ള സങ്കല്പമുണ്ടായി. അപ്പോൾ പരമാത്മാവ് എന്താണ്, സൃഷ്ടി നടത്തി. അതെങ്ങനെയാണ്, നിശ്വാസം പോലെയാണെന്ന്, അതിൽ ഒരു എഫേർട്ടും ഇല്ല എന്ന് ഉദാഹരണത്തിലൂടെ വീണ്ടും പറഞ്ഞു. അപ്പോൾ ആ എങ്ങനെയാണ് സൃഷ്ടി എന്നുള്ള ക്രമം പറയുകയാണ്. ഇത് ഉപലക്ഷണങ്ങൾ മാത്രമാണ് അല്ലേ ഈ വേദങ്ങളെല്ലാം പറയുന്നത്. ഓരോ ഉപനിഷത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ എടുത്തോളൂ, അതിലൊക്കെ സൃഷ്ടിയുടെ ക്രമം പലതും പല രീതിയിലാണ് പറയുന്നത്. ചിലർ പറയും പഞ്ചീകരണത്തിലൂടെയാണെന്ന്, ചിലർ പറയും 24 തത്വങ്ങളിലൂടെയാണെന്ന്, അങ്ങനെ പലതും പറയും. നമ്മളെ സംബന്ധിച്ച് ഈ നമ്പറൊന്നുമല്ല നമ്മൾക്ക് പ്രാധാന്യം. നമ്മൾക്ക് എന്താണ്, എല്ലാറ്റിനെയും ഭഗവാൻ സൃഷ്ടിച്ചു, അതിലൊക്കെ കുടികൊള്ളുന്നതും ഈശ്വരനാണ് എന്ന് പറഞ്ഞു. നമുക്ക് 10ാമത്തെ മന്ത്രം എവിടെ വരെ കണ്ടു, ഒരുമിച്ച് ചൊല്ലാം. സയഥാ ആർദ്ര ഏത അഗ്നേ അഭ്യാഹിതാദ് പൃഥക് ധൂമാഃ വിനിച്ഛരന്തി ഏവം വാ അരേ അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് ഋഗ്വേദഃ യജുർവേദഃ സാമവേദഃ അഥർവ അംഗിരസഃ ഇതിഹാസഃ പുരാണം വിദ്യാ ഉപനിഷദഃ ശ്ലോകാഃ സൂത്രാണി അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി അസ്യ ഏവ ഏതാനി നിശ്വസിതാനി. നമ്മൾ ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവണവേദ ഇതെല്ലാം പരമാത്മാവിൻ്റെ നിശ്വാസമാണെന്ന് അല്ലേ. പരമാത്മാവ്, നമ്മൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിന് കൊടുത്തു അല്ലേ. പിന്നെ വാസിഷ്ഠ മഹർഷി, ശുഗബ്രഹ്മർഷി, അനേകം സനകാദികൾ, അനേകം മഹാത്മാക്കളിലൂടെ അത് തലമുറയായി നമ്മളിലേക്ക് എത്തുന്നു. അതിലുണ്ട് എല്ലാ കാര്യങ്ങളും, എന്തിനെയൊക്കെ സൃഷ്ടിച്ചെന്നോ അല്ലേ, എങ്ങനെ ഈ സൃഷ്ടി പരമാത്മാവ് നടത്തിയെന്നും അതിൽ ജീവജാലങ്ങൾ എങ്ങനെയാണ് അവരുടെ സ്ഥിതി എന്നും അല്ലെ, അവരുടെ പുണ്യഭാവം എങ്ങനെയാണെന്നും പുനർജന്മം എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും പലയിടത്തായിട്ടാണെന്നേ ഉള്ളൂ. എങ്കിലും അവയെല്ലാം എങ്ങനെ ധർമ്മത്തോടു കൂടി ജീവിക്കണം, ഒരു ശരീരമെടുത്താൽ അതിൻ്റെ സുഖദുഃഖങ്ങൾ എന്തൊക്കെയാണ്, ആ സുഖദുഃഖത്തിൽ നിന്ന് എങ്ങനെ ഒരു ജീവന് മറികടക്കാം, മോക്ഷത്തിലേക്ക് എങ്ങനെ നയിക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് മോക്ഷത്തിനെ നേടേണ്ടത്, ഇത്യാദി ഇത്യാദി സർവ്വ കാര്യങ്ങളും പല ഭാഗങ്ങളിലായിട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ ഈ വേദങ്ങളിലെല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് വേദം, നിശ്വാസമാണെന്ന് ഭഗവാന്റെ. അതായത് ഒരു പ്രയത്നവും കൂടാതെ ഭഗവാൻ ഇങ്ങനെ പള്ളി കൊണ്ടുകൊണ്ട് പറഞ്ഞെന്നാ പറയുന്നത് അല്ലേ. ഭഗവാൻ ഇങ്ങനെ ശയിക്കുകയായിരുന്നു, അവിടെ നിന്ന് ഭഗവാന്റെ നാഭിയിൽ നിന്നും ആ ചതുർമുഖ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് എന്താണ് താമരയിലിരിക്കുന്നു, നമ്മൾ കണ്ടിട്ടില്ല ആ ചിത്രമൊക്കെ അല്ലേ. അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് ഇത് കേൾക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു,
ബ്രഹ്മാജിയോട് പറഞ്ഞു അങ്ങ് തപസ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ, ഞാൻ ഈ പറയുന്നതിനെ ഉൾക്കൊള്ളുവാൻ അങ്ങയ്ക്ക് അധികാരം വേണം. പ്രഥമ ജീവനാണ് ബ്രഹ്മാജി അല്ലേ. അപ്പോൾ അങ്ങയ്ക്ക് അധികാരം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രഹ്മാജി തപസ് ചെയ്തു, അധികാരം നേടി. ആ അധികാരിയായ ബ്രഹ്മാജിക്ക് ഭഗവാൻ വിശ്വസിച്ചുകൊണ്ട്, അതായത് ഒരു പ്രയത്നവും കൂടാതെ ഭഗവാൻ ഇങ്ങനെ എന്താണ് സൃഷ്ടി എന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അല്ലേ, എന്താണ് മോക്ഷമെന്നും ഇത്യാദി ഇത്യാദി സർവവും, ലോകങ്ങൾ എങ്ങനെയാണ്, ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തൊക്കെയുണ്ട് അല്ലേ, സർവ്വ ജീവരാശികളുടെയും പേര് അല്ലേ, അവരുടെ നമ്പർ എല്ലാം ഭഗവാൻ അങ്ങനെ ഒരു പ്രയത്നവും കൂടാതെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു അല്ലേ. അതാണ് നിശ്വസിതാനി എന്ന വാക്ക്. അതിനുശേഷം ആ വേദത്തിൻ്റെ ഓരോ കൈവരികളാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്, ആ വേദത്തിൽ എന്തൊക്കെയുണ്ട്, ഈ 4 വേദത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഒരു നമ്പർ പറയുന്നു. ഒന്നാമത്തെ എന്താണ്, ഇതിഹാസം. ഇതിഹാസം നമ്മൾ കണ്ടിരുന്നു, വേദങ്ങളിൽ പരാമർശിക്കുന്ന ആഖ്യായികകൾ അല്ലേ. കാരണം ഭഗവാൻ ഇതിഹാസം നമ്മൾ പറയുന്ന രാമായണ ഭാഗവത അല്ല മഹാഭാരതാദി ഇതിഹാസങ്ങളല്ല, അത് ഒരു കാലഘട്ടത്തിൽ വേദവ്യാസ മഹർഷി എന്ന മഹാത്മാവിനാൽ രചിക്കപ്പെട്ടതാണ്. ആ ഇതിഹാസം അല്ല ഇവിടെ പറയുന്നത്. ഭഗവാൻ സൃഷ്ടി ആരംഭത്തിൽ എന്താണോ വേദങ്ങളിലൂടെ ചതുർമുഖ ബ്രഹ്മാവിന് കൊടുത്തത്, ആ വേദത്തിൽ പരാമർശിക്കുന്ന ആഖ്യായികളാണ് ഇതിഹാസങ്ങൾ. അടുത്തത് പുരാണങ്ങൾ. പുരാണം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും എടുക്കരുത് 18 പുരാണം എന്ന്. ഇവിടെ പുരാണം എന്നാൽ എന്താണ്, ആ 4 വേദങ്ങൾ ബ്രഹ്മാജിക്ക് കൊടുത്തല്ലോ, ആ വേദങ്ങളിൽ പരാമർശിക്കുന്ന സൃഷ്ടിയുടെ ക്രമം, സൃഷ്ടിയെക്കുറിച്ച് പരാമർശിക്കുന്ന സർവമന്ത്രങ്ങളും, അതിനെയൊക്കെ പുരാണമെന്ന് വിളിക്കുന്നത്. അതാണ് ഈ വേദത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ വാക്കിനും ആ സന്ദർഭോചിതമായ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. നാരായണ. അടുത്തത് മൂന്നാമത്തത്, 1 ഇതിഹാസം, 2 പുരാണം, 3 വിദ്യ. വിദ്യ എന്നാൽ വേദങ്ങളിൽ പരാമർശിക്കുന്ന വിദ്യകൾ. അതിൽ നൃത്തം, വാദ്യം, ക്ഷത്രവിദ്യ, നക്ഷത്രവിദ്യ ഇത്യാദി ഇത്യാദി വിദ്യ. ഗന്ധർവ വിദ്യ. നമ്മൾ ചാന്തോഗ്യ ഉപനിഷത്ത് 7ാം അധ്യായത്തിൽ നാരദ മഹർഷി സനത്കുമാര മഹർഷിയോട് പറയുന്നില്ലേ, എനിക്ക് ഇന്ന ഇന്ന വിദ്യകൾ അറിയാമെന്ന്. 4 വേദത്തിൻ്റെയും പേര് പറഞ്ഞതിന് ശേഷം, വേദാംഗങ്ങൾ പറഞ്ഞതിന് ശേഷം, ഉപവേദങ്ങൾ പറഞ്ഞതിന് ശേഷം നാരദ മഹർഷി പറയുന്നുണ്ട്, എനിക്ക് ഇന്ന ഇന്ന വിദ്യകളൊക്കെ അറിയാമെന്ന് അല്ലേ. എപ്പോഴേലും എടുത്തു നോക്കണം, ചാന്തോഗ്യ ഉപനിഷത്ത് 7ാം അധ്യായം പ്രഥമ ഖണ്ഡത്തിൽ ഒന്നാമത്തെ ആദ്യം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇന്ന ഇന്നതൊക്കെ അറിയാം അല്ലേ. അതിൽ പറയുന്നുണ്ട്, ഋഗ്വേദോ യജുർവേദോ സാമവേദ ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷമിതി അല്ലേ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ക്ഷത്രവിദ്യ, നക്ഷത്രവിദ്യ, സർപ്പദേവജന വിദ്യ അല്ലേ, വാദ്യം, ഘോഷം, ഗാനം എല്ലാം പറയുന്നുണ്ട് നാരദ മഹർഷി. അതാണ് ഇവിടെ വിദ്യ. വിദ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ നൃത്തവാദ്യങ്ങൾ അല്ലേ. നമ്മൾ കേട്ടിട്ടില്ലേ അപ്സരസുകളുടെ നൃത്തങ്ങൾ അല്ലേ, ദേവതകൾ. പിന്നെ ആരാണ്, ഒരു കൂട്ടരുണ്ടല്ലോ ഗന്ധർവന്മാർ അല്ലേ, അവരുടെ ഗാനങ്ങൾ. ഗന്ധർവന്മാരിങ്ങനെ ഇരുന്ന് വാദ്യഘോഷങ്ങളോടുകൂടി ഗാനം ആലപിക്കും, അപ്സരസുകൾ അതിനനുസരിച്ച് നൃത്തം ചെയ്യുമെന്നൊക്കെ നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടില്ലേ. അതൊക്കെ ആ വിദ്യ. അതൊക്കെ എവിടെ നിന്നാണ്, ഭഗവാന്റെ വിശ്വാസമാണ് ഇതൊക്കെ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കും ഒരു കാലഘട്ടത്തിൽ ഒരാളിരുന്ന് ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്ന വാദ്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നുമല്ല. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, സർവവിദ്യകളും. അപ്പോൾ ഇവിടെ വിദ്യ എന്നാൽ ഇത്യാദി വിദ്യകളാണ്, വാദ്യം, നൃത്തം, ഗാനം ഇത്യാദികൾ. അടുത്തത് എന്താണ്, അത് മൂന്നാമത്തത്. നാലാമത്തത് എന്താണ്, ഉപനിഷത്ത്.
ഉപനിഷതഃ എന്നാൽ എന്താണ്? വേദത്തിൽ മോക്ഷവിദ്യയെ പരാമർശിക്കുന്ന ഭാഗം. വേദത്തിൽ മോക്ഷവിദ്യയെ പരാമർശിക്കുന്ന മന്ത്രഭാഗങ്ങൾ, അതാണ് ഉപനിഷത്ത് അല്ലേ. അതെല്ലാ വേദത്തിലും ഉണ്ട് അല്ലേ. ഋഗ്യജു, സാമ, അഥർവണത്തിൽ അല്ലെ. എവിടെയൊക്കെയാണോ, ചിലപ്പോൾ അത് തുടക്കത്തിലായിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും, ചിലപ്പോൾ നടുക്കായിരിക്കും. അത് ഇന്ന ഭാഗം എന്നൊന്നുമില്ല അല്ലേ. എവിടെ വേണമെങ്കിലും വേദത്തിൽ പരാമർശിക്കും. അപ്പം വേദത്തിൽ മോക്ഷവിദ്യയെ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ, അതും ആരിൽ നിന്നും നിശ്വസിച്ചതാണ്, അതും ആര് കൊടുത്തതാണ് നമ്മൾക്ക്, അല്ല ആര് നൽകിയതാണ്? ഭഗവാൻ, പരമാത്മാവ്. അതാണ്. അതും ഉണ്ടായത്, സൃഷ്ടിയെക്കുറിച്ചല്ലേ പറയുന്നത്, അതും ഉണ്ടായത് ഭഗവാനിൽ നിന്നുമാണ്. അടുത്തത് ശ്ലോകാഹ. അപ്പം 4 5-ാമത്തത് ശ്ലോകാഹ അല്ലേ. ശ്ലോകാഹ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്ന മന്ത്രങ്ങൾ മറ്റൊരു ഭാഗത്ത് ആവർത്തിക്കുമ്പോൾ അതിനെ ശ്ലോകം എന്ന് പറയും. വേദത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്ന മന്ത്രങ്ങൾ മറ്റൊരു ഭാഗത്ത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ശ്ലോകം എന്ന് വിളിക്കും അല്ലേ. തദപ്യേഷ ശ്ലോകോ ഭവതി. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇത് ബൃഹദാരണ്യത്തിൽ തന്നെയുണ്ട് അല്ലേ. പിന്നെ നമ്മൾ തൈത്തരീയത്തിൽ കണ്ടിട്ടുണ്ട്, മുക്തികോപനിഷത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ. 2-ാം അധ്യായം മുഴുവൻ ശ്ലോകങ്ങളായിരുന്നു. ഒരു ഭാഗത്ത്, ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഋഗ്വേദത്തിൽ ഒരു മന്ത്രം നമ്മൾ പഠിച്ചു, ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു മന്ത്രം പഠിച്ചു. അതേ മന്ത്രം അഥർവണ വേദത്തിൽ പറയുകയാണെങ്കിൽ പറയും തദപ്യേഷ ശ്ലോകോ ഭവതി. ഇത് ഓൾറെഡി ഋഗ്വേദത്തിൽ പറഞ്ഞതാണ്, അത് അവിടെ നിന്ന് അഥർവണത്തിലേക്ക് കടമെടുക്കുകയാണ്, ആവർത്തിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അതായത് ഈ 4 വേദക്കാരും 4 മതക്കാരാണെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാം കൂടിപ്പണഞ്ഞ് കിടക്കുകയാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു വേദത്തിൽ പരാമർശിച്ച മന്ത്രം മറ്റൊരു വേദത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ എന്ത് പറയും? തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് പറയും. അതെന്തിനു വേണ്ടിയാണ് അത് കാണിക്കുന്നത്? ഇത് റിപ്പിറ്റേഷനാണ് എന്ന് പറയുന്നത്. എന്തിനാണ് റിപ്പിറ്റേഷൻ? ആവർത്തിഹി അസഹൃത് ഉപദേശാത്. അത് ആ ഉപദേശം അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആവർത്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ആ ആവർത്തനത്തിന് മഹത്വബുദ്ധി കൊടുക്കാൻ വേണ്ടിയാണ് ശ്ലോകോ ഭവതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്ലോകാഹ എന്ന് വെച്ചാൽ എന്താണ്? ശ്ലോകാഹ കണ്ടോ, ബഹുവചനാണ്. അനേകം തവണ ഇത് ആവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട്. ശ്ലോകാഹ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേദത്തിൽ പറഞ്ഞ മന്ത്രത്തെ അതേ വേദത്തിലോ അല്ലെങ്കിൽ മറ്റു വേദങ്ങളിലോ ആ മന്ത്രം ആവർത്തിക്കുകയാണെങ്കിൽ അത് ആവർത്തനമാണെന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ ശ്ലോകോ ഭവതി. എത്ര ഒരു വിശാല മനസ്സാന്ന് തോന്നുന്നു. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, ഇത് ഓൾറെഡി എൻ്റെ പൂർവികർ പറഞ്ഞതാണ് അല്ലേ. അത് ഞാനിവിടെ ആവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? അത് അത്രയും പ്രാധാന്യമുള്ളതാണ്, ശ്രദ്ധിക്കണേ എന്ന് പറയാൻ വേണ്ടിയാണ് ശ്ലോകാഹ. അത് ആരിൽ നിന്നും ഉണ്ടായി? ഭഗവാനിൽ നിന്നും ഉണ്ടായി. 5-ാമത്തെ ശ്ലോകം അല്ലേ. 6-ാമത്തത് സൂത്രാണി. വേദത്തിൽ പരാമർശിക്കുന്ന സൂത്രഭാഗങ്ങൾ. സൂത്രം എന്ന് വെച്ചാൽ വളരെ ചെറിയ രീതിയിലുള്ള ഉപദേശം, ഒരു പദമായിട്ടോ ഒരു വാക്യമായിട്ടോ ഒക്കെ. സൂത്രം വളരെ എന്താ പറയുക, വിശാലമാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മളിപ്പോൾ തീരൂല. ഇത്ര മാത്രം ഒന്ന് ഓർത്താൽ മതി. സൂത്രം എന്നാൽ വേദത്തിൽ പരാമർശിക്കുന്ന ചെറിയ പദരൂപത്തിലോ വാക്യരൂപത്തിലോ പരാമർശിക്കുന്ന ഉപദേശങ്ങൾ, അതിനെയാണ് സൂത്രം എന്ന് വിളിക്കുന്നത്. വേദത്തിൽ പദരൂപത്തിലോ വാക്യരൂപത്തിലോ പരാമർശിക്കുന്ന ഉപദേശങ്ങൾ, അതാണ് സൂത്രാണി. സൂത്രാണി എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. സൂത്രങ്ങൾ അനേകമുണ്ട്. സൂത്രത്തിന് ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കുക.
അല്പാക്ഷരം അനന്തിത്വം സാരവത് വിശ്വതോന്മുഖം സൂത്രം സൂത്രവിധോ വിദുഹു എന്നും പറഞ്ഞ് ലക്ഷണമൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ. എന്താണ് സൂത്രം, എങ്ങനെയാണ് സൂത്രം രചിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ പദച്ഛേദം നടത്തേണ്ടത്, എങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്, അന്വയിക്കേണ്ടത്, ഒരുപാടുണ്ട് അതിന്. അതുകൊണ്ട് അനേക സൂത്രങ്ങളുണ്ട്. യാജ്ഞവൽക്യ മഹർഷിയുടെ തന്നെ സൂത്രങ്ങളുണ്ട്. യാജ്ഞവൽക്യ സംഹിതയിൽ സൂത്രങ്ങളുണ്ട്. പിന്നെ വേദവ്യാസ മഹർഷിയുടെ ബ്രഹ്മസൂത്രമുണ്ട്, നാരദ മഹർഷിയുടെ നാരദീയ സൂക്തങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ കൽപ്പസൂത്രങ്ങളുണ്ട്, ആയുർവേദ സൂത്രങ്ങളുണ്ട്, ക്ഷത്രസൂത്രങ്ങളുണ്ട്. എങ്ങനെയാണ് ക്ഷത്രിയൻ യുദ്ധം ചെയ്യേണ്ടത് അതൊക്കെ സൂത്രരൂപത്തിൽ പറയുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ ക്യാപ്സ്യൂള് പരുവത്തിൽ. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, അത് വലിയൊരു ശാഖ തന്നെയാണ്. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഭഗവാൻ സൃഷ്ടി നടത്തുമ്പോൾ, ഈ വേദങ്ങളിൽ സൃഷ്ടി നടത്തുമ്പോൾ എന്താണ്, വളരെ ചെറിയ ലഘുരൂപത്തിൽ നമുക്ക് ഓരോ ഉപദേശങ്ങൾ തരും. അതും ആരിൽ നിന്നും ഉണ്ടായി, ഭഗവാന്റെ നിശ്വാസമാണ്. ഇത്രയേ ഉള്ളൂ. അതാണ് 6ാമത്തെ സൂത്രാണി. അടുത്തത് 7ാമത്തത് അനുവ്യാഖ്യാനാനി. അനുവ്യാഖ്യാനാനി എന്ന് പറഞ്ഞാൽ ഈ സൂത്രങ്ങളെ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു സൂത്രം കണ്ട ജന്മാദ്യസ്യതഃ ഒരു സൂത്രമാണ്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളുണ്ട് അല്ലേ, ഇതൊക്കെ ഒറ്റ വാക്കി വായിച്ച ആർക്കും മനസ്സിലാവില്ല അല്ലേ. അതിന് വളരെ സൂക്ഷ്മമായ എന്താ പറയുക കഴിവ് വേണം സൂത്രത്തിനെ കാണുമ്പോഴേ മനസ്സിലാകാനായിട്ട്. അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടി എന്നാണ് ഈ സൂത്രങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ, അതിനെയാണ് അനുവ്യാഖ്യാനം. അതിനൊരു വാക്ക് പറയും, ജസ്റ്റ് എഴുതി വെച്ചോളൂ, നമുക്ക് എപ്പോഴേലും പഠിക്കാൻ സാധിക്കട്ടെ. വൃത്തിവാക്യങ്ങൾ, വൃത്തിവാക്യങ്ങൾ, വൃത്തിവാക്യങ്ങൾ എന്ന് വെച്ചാൽ സൂത്രത്തെ വിസ്തരിക്കുന്ന ഭാഗം വേദത്തിലുള്ളതാണ്. സൂത്രങ്ങളെ വിസ്തരിച്ച് പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ, അതിനെ വൃത്തിവാക്യങ്ങൾ എന്ന് പറയും. അതിനെയാണ് അനുവ്യാഖ്യാനാനി എന്ന് പറയുന്നത്. ഇത് ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ച്, ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച്, ഘടനകളെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ എന്താണ് സൂത്രരൂപത്തിലാണ്. ഇപ്പോൾ വ്യാകരണ ശാസ്ത്രം ആയിക്കോട്ടെ, പാണിനി മഹർഷിയുടെ സൂത്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വ്യാകരണത്തിൽ ഇങ്ങനെയാണ് വ്യാകരണം ചെയ്യുക അങ്ങനെ പറഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട്. കൽപ്പസൂത്രങ്ങളുണ്ട്, ന്യായസൂത്രങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഭഗവാന്റെ നിശ്വാസമാണ് ഇതെല്ലാം. നമ്മൾ പറയുന്ന ആകാരം മുതൽ അല്ലേ വലിയ ഘോരഘോര പ്രസംഗങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഭഗവാന്റെ നിശ്വാസമാണ്. എന്ത് വാക്കുകളും ആരിൽ നിന്നും ഉണ്ടായി, ഭഗവാനിൽ നിന്നും ഉണ്ടായി. അപ്പം നമുക്ക് ആ മഹത്വ ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്ത് പഠിച്ചോട്ടെ, ഞാൻ പുരാണം പഠിച്ചോട്ടെ, ഞാൻ ഇതിഹാസം പഠിച്ചോട്ടെ, ബ്രഹ്മസൂത്രം പഠിച്ചോട്ടെ, എന്തും പഠിച്ചോട്ടെ, അതൊക്കെ ആരിൽ നിന്നുമാണ് ഉണ്ടായത്, ഭഗവാൻ. ഇപ്പം ഭഗവാന്റെ നിശ്വാസമാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരു മഹത്വബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി ഇത് പറഞ്ഞത്. എന്തിനു വേണ്ടി? അല്ലയോ മൈത്രേയി, ഞാനൊന്നും അല്ല ഇത് പറഞ്ഞു തരുന്നത്, ഇതൊക്കെ ഭഗവാന്റെ വാക്കുകളാണ്. അപ്പം നമ്മുടെ മഹാഗുരുവാര ഭഗവാൻ തന്നെ, ബാക്കിയൊക്കെ ഉപഗുരുക്കന്മാരാണ് അല്ലേ. 8ാമത്തത് വ്യാഖ്യാനാനി. വ്യാഖ്യാനാനി എന്ന് വെച്ചാൽ ഈ വൃത്തിവാക്യങ്ങളെ വിസ്തരിച്ചു തരുന്ന ഭാഗങ്ങൾ. വൃത്തിവാക്യങ്ങളെ വിസ്തരിക്കുന്ന വേദഭാഗങ്ങൾ, അതിനെയാണ് വ്യാഖ്യാനാനി എന്ന് പറയുന്നത്. അതാണ് 8എണ്ണം. ഇനി ഇതിൽ പറയാത്തതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ആയുർവേദശാസ്ത്രം, ധനുർവേദശാസ്ത്രം,
അല്ല, എന്തൊക്കെയുണ്ട്. അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, ധർമ്മശാസ്ത്രം, മോക്ഷശാസ്ത്രം, എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ടല്ലേ. എല്ലാ മഹർഷിമാരിൽ നിന്ന് തലമുറയായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ഭഗവാനാണ്. ഇതിൽ പറയാത്തതൊക്കെ നമ്മൾ വിചാരിച്ചു ഗണിതശാസ്ത്രം, ജീവശാസ്ത്രം, ജന്തുശാസ്ത്രം, രസതന്ത്രം, ഊർജതന്ത്രം, ഇതൊക്കെ എവിടെ നിന്നാണ്? അതും ഭഗവാനിൽ നിന്ന് തന്നെയാണ് അല്ലേ. ഭഗവാൻ പറയാത്തതായി, നിശ്വസിക്കാത്തതായി ഒരു വാക്കുമില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അസ്യ ഏവ ഏതാനി നിശ്വസിതാനി. അല്ലയോ മൈത്രേയി, ഇവയെല്ലാം ഇതിൽ പറയാത്തതായി നിന്റെ അറിവിൽ എന്തൊക്കെയെല്ലാം ഉണ്ടെങ്കിൽ, കാരണം മൈത്രേയി ബ്രഹ്മവാദിനിയാണ്. അപ്പൊ മൈത്രേയിക്ക് മറ്റു പല അറിവുകളും ഉണ്ട്. മൈത്രേയിയുടെ പിതാവ് ജനക മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, രാജതന്ത്രങ്ങൾ നിയന്ത്രിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ആ പിതാവിൻ്റെ മകളാണ് മൈത്രേയി. അപ്പം മൈത്രേയിക്കും ആ അറിവെല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഒരു രാജ്യത്തെ നിയന്ത്രിക്കേണ്ടത് അല്ലേ, അതിനെ മറ്റ് ആതങ്കവാദികളിൽ നിന്ന് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അല്ലേ, രാജനീതി മുഴുവൻ മൈത്രേയിക്ക് അറിയായിരുന്നു. അപ്പോൾ രാജനീതി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മൈത്രേയിയോട് പറയാണ്, നിന്റെ അറിവിൽ എന്തൊക്കെയുണ്ടോ ആ അറിവെല്ലാം എവിടെ നിന്നുണ്ടായി? ഭഗവാനിൽ നിന്ന് ഉണ്ടായി എന്ന്. അതാണ് ഏതാനി, എല്ലാം നിശ്വസിതാനി, ഭഗവാന്റെ നിശ്വാസമാണ് എന്ന് പറയും. അതോടുകൂടി 10ാമത്തെ മന്ത്രം കഴിഞ്ഞു. അപ്പോൾ സൃഷ്ടി കഴിഞ്ഞു അല്ലേ. 10ാമത്തെ മന്ത്രം എന്തായിരുന്നു? സൃഷ്ടി പ്രകരണമായിരുന്നു. പരമാത്മാവിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മന്ത്രം 11, 12 പരമാത്മാ ലയകാരണം. പരമാത്മാ ലയകാരണം, പരമാത്മാവാകുന്നു അല്ലെ ഈശ്വരനാകുന്നു എല്ലാറ്റിൻ്റെയും ലയകാരണം. ലയകാരണം എന്ന് വെച്ചാൽ എന്താണ്? എന്തിനെയൊക്കെ സൃഷ്ടിച്ചോ, എന്തിനെയൊക്കെ പാലിച്ചോ, അതിനെയെല്ലാം ഭഗവാൻ തന്നിലേക്ക് തന്നെ എടുക്കുമെന്ന് അല്ലെ, ലയിപ്പിക്കും എന്ന്. മഹാപ്രളയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ഭഗവാന് മടുപ്പ് തോന്നുമ്പോൾ മതിയായി സൃഷ്ടിയൊക്കെ അല്ലേ. അപ്പോൾ എന്താണ്? ആ യുഗം അങ്ങ് അവസാനിപ്പിക്കും. നമുക്കറിയാം എങ്ങനെയാണ് യാദവകുലമൊക്കെ നശിച്ച മഹാപ്രളയം അല്ലേ. ആ യുഗം എങ്ങനെയാണ് അവസാനിച്ചത്? പ്രളയത്തിലൂടെയാണ്. അപ്പോൾ അത് ഭഗവാൻ തന്നെയാണ് ഈ നാടകവും നടത്തുന്നത് എന്ന് പറയുകയാണ്. 11, 12 മന്ത്രം ഈശ്വരഃ ലയകാരണം അല്ലെ, പരമാത്മാ ലയകാരണം എന്ന് പറയാം. നമുക്ക് മന്ത്രത്തിലേക്ക് പോകാം. ആദ്യം മന്ത്രം വായിക്കാം, പദച്ഛേദം നടത്താം. ഇത് കുറച്ച് വലിയതായിട്ട് തോന്നും, പക്ഷെ കാര്യം എളുപ്പമാണ്. ഓരോന്നിനെയും തന്നിലേക്ക് നമ്മൾ ഈ പണ്ടൊക്കെ വീട്ടിൽ, എനിക്കറിയില്ല, നമ്മുടെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ ചെയ്തിട്ട്, പായില്ല, തഴപ്പായ ഈ പുഴയുടെ ഒക്കെ തീരത്ത് ഒരു തഴയുണ്ടാകും. അതുകൊണ്ട് അമ്മമാരെന്ത് ചെയ്യും? തഴപ്പായ ഉണ്ടാക്കും. എന്നിട്ട് ആ പായ എന്ത് ചെയ്യും? നമുക്ക് രാത്രി കിടക്കാനായിട്ട് തരും അല്ലേ. തഴപ്പായലൊക്കെ കിടന്നിട്ടില്ലേ നിങ്ങൾ? എന്നിട്ട് എന്ത് ചെയ്യും? അത് കൈതയുടെ ഓല കൊണ്ട് അല്ല, അതിലൊരു മുള്ളു കാണും. അതൊക്കെ ചീകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി അതുകൊണ്ട് പായ നെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കടക്കാനായിട്ട് തരും. അതിങ്ങനെ അതിൻ്റെ സ്വഭാവം ഇങ്ങനെ ചുരുണ്ടാണ് അല്ലേ. നമ്മൾ കിടക്കുമ്പോൾ അതിനെ നിവർത്തി കിടക്കും. പിന്നെ എന്തായോ രാവിലെ ആകുമ്പോൾ അതിനെ ചുരുട്ടി പിന്നെ വീടിൻ്റെ എവിടെയെങ്കിലും കൊലായിൻ്റെ മൂലയിൽ കൊണ്ടിട്ട് ഇങ്ങനെ വെക്കും അല്ലേ. പിന്നെ രാത്രിയാകുമ്പോൾ അത് എടുക്കും. കണ്ടിട്ടില്ല? അതുപോലെ തന്നെയാണ് ഭഗവാൻ. ആ പായ തുറക്കുന്നതാണ് സൃഷ്ടി. എന്നിട്ട് എന്താണ്? സ്ഥിതി. നമ്മളവിടെ കിടക്കുകയാണ് സ്ഥിതി. പിന്നെ എന്താണ്? മതിയായി, ഓർക്കൊക്കെ മതി,
പിന്നെ എന്താണ്, അതിനെ തിരിച്ച് നേരെ ചുരുട്ടും അല്ലേ? ലയം. സൃഷ്ടി സ്ഥിതി ലയം. ഉറങ്ങാൻ പോകുമ്പോൾ അത് ഓർത്താൽ മതി, എളുപ്പമാണ്. അത്രയേ ഉള്ളൂ. അത്രയും നമ്മൾ എങ്ങനെയാണോ ആ പായ എടുത്ത് ഉറങ്ങാൻ പോകുന്നത്, എന്തെങ്കിലും പ്രയത്നമുണ്ടോ അല്ലേ? അതുപോലെ അത്ര പോലും പ്രയത്നമില്ലെന്ന് ഭഗവാന് സൃഷ്ടിക്കുവാനും അതിനെ പാലിക്കുവാനും അതിനെ ആവശ്യം കഴിയുമ്പോൾ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുവാനും. അതാണ് ഇവിടെ പറയുന്നത്. ആ ലയത്തിലേക്ക് നമുക്ക് പോകാം. ലയപ്രക്രിയ 11, 12 മന്ത്രങ്ങൾ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഇത് നമ്മൾ പഠിക്കും മാണ്ഡൂക്യ ഉപനിഷത്ത് 7, 8, 9 മന്ത്രങ്ങളിൽ. മാണ്ഡൂക്യത്തിൽ ഭഗവാൻ അത് സാധിപ്പിച്ചു തരട്ടെ. മാണ്ഡൂക്യം അതിൽ 7, 8, 9. മാണ്ഡൂക്യ ഉപനിഷത്ത് 7-ാം മന്ത്രം, 8-ാം മന്ത്രം, 9-ാമത്തെ മന്ത്രം. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലയം, ലയപ്രക്രിയയെ കുറിച്ചാണ് പറയുന്നത്. മന്ത്രത്തിലേക്ക് പോകാം. 11-ാമത്തെ മന്ത്രം. സ യഥാ സർവാസാം അപാം, സ യഥാ സർവാസാം അപാം സമുദ്രം ഏകായനം ഏവം സർവേഷാം സ്പർശാനാം ത്വക് ഏകായനം ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം ഏവം സർവേഷാം രസാനാം ജിഹ്വേ ഏകായനം ഏവം സർവേഷാം രൂപാണാം ചക്ഷുഃ ഏകായനം ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രാണാം ഏകായനം. ശ്രോത്രം ഏകായനം, ശ്രോത്രം ശബ്ദാനാം ശ്രോത്രം ഏകായനം ഏവം സർവേഷാം സങ്കൽപ്പാനാം മന ഏകായനം ഏവം സർവേഷാം വിദ്യാനാം ഹൃദയമേകായനം ഏവം സർവേഷാം കർമാണാം ഹസ്ത ഏകായനം ഹസ്തൈ ഏകായനം ഏവം സർവേഷാം ആനന്ദാനാം ഉപസ്ഥ ഏകായനം ഏവം സർവേഷാം വിസർഗാണാം പായുഃ ഏകായനം ഏവം സർവേഷാം അധ്വാനാം പാദൗ ഏകായനം ഏവം സർവേഷാം വേദാനാം വാക് ഏകായനം. എളുപ്പമാണ്. ഒന്നുകൂടെ ചൊല്ലാം, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സയഥാ സർവാസാം അപാം സമുദ്ര ഏകായനം ഏവം സർവേഷാം സ്പർശാനാം ത്വകേകായനം ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം ഏവം സർവേഷാം രസാനാം ജിഹ്വേ ഏകായനം ഏവം സർവേഷാം രൂപാണാം ചക്ഷുഃ ഏകായനം ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രമേകായനം ഏവം സർവേഷാം സങ്കൽപ്പാനാം മന ഏകായനം ഏവം സർവേഷാം വിദ്യാനാം ഹൃദയമേകായനം ഏവം സർവേഷാം കർമാണാം ഹസ്തൈ ഏകായനം ഏവം സർവേഷാം ആനന്ദാനാം ഉപസ്ഥ ഏകായനം ഏവം സർവേഷാം വിസർഗാണാം പായുഃ ഏകായനം ഏവം സർവേഷാം അധ്വാനാം പാദൗ ഏകായനം ഏവം സർവേഷാം വേദാനാം വാക് ഏകായനം. ഒന്നുകൂടെ ചൊല്ലാം. സയഥാ സർവാസാം അപാം സമുദ്ര ഏകായനം ഏവം സർവേഷാം സ്പർശാനാം ത്വകേകായനം
ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം ഏവം സർവേഷാം രസാനാം ജിഹ്വേ ഏകായനം ഏവം സർവേഷാം രൂപാണാം ചക്ഷുഃ ഏകായനം ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രമേകായനം ഏവം സർവേഷാം സങ്കൽപ്പാനാം മന ഏകായനം ഏവം സർവേഷാം വിദ്യാനാം ഹൃദയമേകായനം ഏവം സർവേഷാം കർമാണാം ഹസ്തൈ ഏകായനം ഏവം സർവേഷാം ആനന്ദാനാം ഉപസ്ഥയേകായനം ഏവം സർവേഷാം വിസർഗാണാം പായുഃ ഏകായനം ഏവം സർവേഷാം അധ്വാനാം പാദൗ ഏകായനം ഏവം സർവേഷാം വേദാനാം വാക് ഏകായനം. സ യഥാ യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് പറയുകയാണ്, അല്ലയോ മൈത്രേയി, ഞാൻ നിനക്കൊരു ദൃഷ്ടാന്തം പറഞ്ഞു തരാം. എന്തിനെ കുറിച്ച്? ലയത്തിനെ കുറിച്ച്. സ യഥാ എന്ന് വെച്ചാൽ യഥാ ദൃഷ്ടാന്തേ, ഒരു ദൃഷ്ടാന്തത്തിലൂടെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അല്ലയോ മൈത്രേയി എന്ന് പറഞ്ഞിട്ട് ആ ദൃഷ്ടാന്തമാണ് സർവാസാം അപാം സമുദ്ര ഏകായത എന്ന് വെച്ചാൽ എന്താണ്? സർവാസാം അപാം, ആപം എന്ന് വെച്ചാൽ എന്താണ്? ജലം. പല പല ഭാഗത്തു നിന്നും ജലം എവിടെ എത്തുന്നത്? സമുദ്ര ഏകായനം, സമുദ്രത്തിലേക്ക് ഏകായനം ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നിക്കുക, സമുദ്രത്തിലേക്ക് എത്തുന്നു, ഏകീഭവിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് പറയുന്നത് അല്ലേ. ഏകായനം എന്ന് വെച്ചാൽ വേണ്ടവർ എഴുതിക്കോളൂ, ഏകസ്യ പ്രാപ്തിസ്ഥാനം, ഏകസ്യ പ്രാപ്തിസ്ഥാനം, ഒന്നിക്കുന്ന ആ സ്ഥാനത്തിനെയാണ് ഏകായനം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഇപ്പം വീട്ടിൽ ഈ കുടുംബക്കാരെല്ലാവരും കൂടെ ഒന്നിക്കില്ലേ, പല പല ഭാഗത്തായിരിക്കും, പലർ വിദേശത്തായിരിക്കാം അല്ലേ, ചിലവർ ഡൽഹിയിലായിരിക്കാം, മുംബൈയിലായിരിക്കാം, ഉത്തരകാശിയിലായിരിക്കാം അല്ലേ. ഇപ്പം എന്ത് ചെയ്യും? വർഷത്തിലൊന്നോ അല്ലെ ഈ 2 വർഷം കൂടുമ്പോഴോ എല്ലാവരും എന്താണ് ഒന്നിക്കും. അതിനെന്താ പറയുന്നത്? ഏകായനം. പല പല ഭാഗത്തു നിന്നും അല്ലേ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എന്ത് ചെയ്യും? ഏകായനം, ആ കൂടിച്ചേരൽ, അതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സമുദ്ര പല പല അല്ലെ, ഗംഗാജി വരുന്നുണ്ട്, യമുനാജി വരുന്നുണ്ട് അല്ലേ, പല പല നദികൾ എന്ത് ചെയ്യും? ആ കടലിലേക്ക്, സമുദ്രത്തിലേക്ക് ഏകീഭവനം ചെയ്യുന്നു എന്ന് ഉദാഹരണത്തിലൂടെ പറയുകയാണ്. അതുപോലെ ഇനി ആ ഉദാഹരണം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ട് ആ ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞു. സമുദ്രം, സമുദ്രം എന്ന് വെച്ചാൽ എന്താണ്? സൈന്ധവേ ആനയം സമുദ്രം അല്ലേ. സൈന്ധവം എന്ന് വെച്ചാൽ, സിന്ധു എന്ന് വെച്ചാൽ ഉപ്പ് അല്ലേ. ഉപ്പ് വെള്ളം എവിടെയുണ്ടോ ആ വെള്ളത്തിനെയാണ് സമുദ്രം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ സമുദ്രത്തിലേക്ക് ഏകീഭവിക്കും എന്ന് പറയും. സമുദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സിന്ധു. സിന്ധു എന്ന് വെച്ചാൽ ഉപ്പ് അല്ലേ. സിന്ധു നദിയല്ല കേട്ടോ. സിന്ധു എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, ഉപ്പെന്നർത്ഥമുണ്ട് അല്ലേ. ആ ഉപ്പ് ജലം എവിടെയുണ്ടോ ആ ജലത്തിനെയാണ് സമുദ്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന അതല്ല. എന്തുകൊണ്ട് സാഗരത്തിന് സമുദ്രം എന്ന് പര്യായം ഉണ്ടായി? ഈ കാരണം കൊണ്ട്. അവിടെ മാത്രമേ സിന്ധു ഉള്ളു, ഉപ്പുള്ളു, അതുകൊണ്ട് അതിനെ സമുദ്രം എന്ന് വിളിക്കുന്നു. അപ്പോഴാണത് സമുദ്രം. പല നമ്മളിപ്പോൾ ഗംഗാജി പോകുന്നു, എവിടെ? ഇവിടെ നിന്ന് തുടങ്ങി ഗോമുഖിൽ നിന്നും തുടങ്ങി പിന്നെ എങ്ങനെ ഒഴുകി എവിടെ ബംഗാൾ ഉൾക്കടലിലാണ് എത്തുന്നത്, അവിടെയാണ് അവസാനിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഗംഗാജി എന്തായി മാറും? സമുദ്രമായി മാറും. കാരണം അവിടെ ഉപ്പിലോട്ട് ലയിക്കുക ചെയ്യുന്നത് അല്ലേ. പിന്നെ അതിന് ഗംഗാജി എന്ന് പറയുമോ? ഇല്ല, ബംഗാൾ ഉൾക്കടൽ എന്നാണ് പറയുന്നത് അല്ലേ, സമുദ്രമായി മാറിയത്. അപ്പം അതേ ഉദാഹരണം എടുത്തിട്ട് പറയുകയാണ്. ദൃഷ്ടാന്തം കഴിഞ്ഞു, ഇനി ദാഷ്ടാന്തത്തിലേക്ക് പോവുകയാണ്. ഏകീഭവനത്തിന് നമ്മളുടെ ഓരോ അവയവങ്ങൾ പറയുകയാണ്. ഏവം സർവേഷാം സ്പർശാനാം ത്വഗ് ഏകായനം. നമ്മളുടെയൊക്കെ എന്താണ്? വിവിധ ഇനം. ഏവം സർവേഷാം സ്പർശാനം,
വിവിധങ്ങളായ സ്പർശങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വിവിധങ്ങളായ സ്പർശങ്ങൾ എന്തൊക്കെയായിരിക്കും? ചൂടെന്നുള്ള ഒരു സ്പർശം അല്ലേ? നമ്മൾ പോയി ചൂടുവെള്ളത്തിൽ കൈയിട്ടാൽ എന്താണ്? നമ്മുടെ ശരീരത്ത് ചൂടനുഭവം അല്ലേ? ആ സ്പർശം എന്തായിരിക്കും? ചൂടായിരിക്കും. തണുത്ത വെള്ളത്തിൽ പോയി കൈയിട്ടാൽ എന്തായിരിക്കും? സ്പർശം എന്തായിരിക്കും? തണുപ്പായിരിക്കും. അപ്പോൾ ഈ വിവിധങ്ങളായ സ്പർശം അതൊക്കെ എവിടെയാണ് അനുഭവപ്പെടുന്നത്? ത്വക ഏകായതനം, ത്വക്കിലാണ് അതൊക്കെ ഏകീഭവിക്കുന്നത്, ത്വക്കിലേക്കാണ് ഇതൊക്കെ ലയിക്കുന്നത് എന്ന് പറയും. അതുപോലെ ഇനി എളുപ്പമാണ്. ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം. സർവേഷാം ഗന്ധാനം, വിവിധങ്ങളായ ഗന്ധങ്ങൾ അല്ലെ? വിവിധങ്ങളായ നദി എങ്ങനെയാണോ സമുദ്രത്തിൽ ഏകീഭവിക്കുന്നത്, അതുപോലെ വിവിധങ്ങളായ ഗന്ധങ്ങൾ നമുക്ക് എവിടെയാണ് അനുഭവപ്പെടുക? നാസികയിൽ അല്ലേ? സുഗന്ധം അല്ലേ? ദുർഗന്ധം, പല പല ഗന്ധങ്ങളില്ല അല്ലേ? നമ്മൾ പ്രധാനമായും രണ്ടായിട്ടാണ് പറയുന്നത് അല്ലേ? പക്ഷേ നമുക്ക് കുറച്ചും കൂടെ സൂക്ഷ്മമായി പോയാൽ ഗന്ധങ്ങളെ അല്ലേ? നല്ല ഇഡലി സാമ്പാറും ഉണ്ടാക്കിയാൽ അതിനൊരു ഗന്ധമാണ് അല്ലേ? നല്ല പരിപ്പ് കുത്തി ചോറ് വെച്ചാൽ അതിൽ മറ്റൊരു ഗന്ധമാണല്ലേ? നല്ല റോസപ്പൂവിന് അതിന് ഒരു സുഗന്ധമാണല്ലേ? ആ സുഗന്ധമായിരിക്കില്ല മറ്റു പുഷ്പത്തിന് അല്ലേ? ചന്ദനത്തിന് ഒരു സുഗന്ധമാണല്ലേ? ആ ചന്ദനത്തിൻ്റെ സുഗന്ധമായിരിക്കില്ല ഇപ്പം ദേവദാരു എടുത്തോളൂ. ദേവദാരുവിൻ്റെ സുഗന്ധം ഇങ്ങനെ രാത്രിയിൽ വരും. നമുക്ക് ചിലപ്പം ഉറങ്ങാൻ പറ്റില്ല, അത്രയും സുഗന്ധം. എപ്പോഴും ഇല്ല കേട്ടോ, എപ്പോഴും നല്ല കാറ്റുള്ള സമയത്ത് ഡിസംബർ മാസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ അനുഭവപ്പെടാം. നല്ല സുഗന്ധം വരും അല്ലേ? പാല പൂക്കുമ്പോഴും ഒരു സുഗന്ധം, അതിന് വേറെ വേറെ അല്ലേ? ഈ സുഗന്ധമൊക്കെ പല പല ഗന്ധങ്ങൾ നമ്മൾ എങ്ങനെയാ? നമ്മുടെ നാസികയിലൂടെയാണ്, അല്ലാതെ വേറെ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലല്ലോ. നാസികയിലല്ലേ ഇതെല്ലാം വന്ന് ഏകായനം ചെയ്യുന്നത്. ഈ ഗന്ധങ്ങളൊക്കെ ഏകായനം ചെയ്യുന്നത്, കൂടിച്ചേരുന്നത് നാസികയിലാണ് അല്ലേ? നാസിക ഉള്ളത് കൊണ്ടാണ് ഇത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ. അടുത്ത ഇന്ദ്രിയം ഏതാണ്? ഏവം സർവേഷാം സ്ഥാനേ ജിഹ്വേ ഏകായനം. ജിഹ്വേ വാക്കുകൾ, നമ്മൾ പല വാക്കുകളും പറഞ്ഞോളൂ. ഒരാളെ ചീത്ത വിളിച്ചോളൂ അല്ലേ? ഒരാളെ പുകഴ്ത്തിക്കോളൂ, ഒരാളെ കുറിച്ച് മോശം പറഞ്ഞോളൂ, ഭഗവാന്റെ നാമം ഉച്ചരിച്ചോളൂ അല്ലേ? സ്തുതി ചെയ്തോളൂ, നിന്ദ ചെയ്തോളൂ, എന്തൊക്കെ നമ്മൾ ഈ വാക്കുകൊണ്ട് പറയുന്നു അല്ലേ? അവരങ്ങനെയാണ്, 10-20 വർഷം മുമ്പ് അവരങ്ങനെയായിരുന്നു, അവരങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ പെൻസിലെടുത്തു, എൻ്റെ മിഠായി എടുത്തു, എന്തൊക്കെ നമ്മൾ പറഞ്ഞു. ഈ 2025-ലും 20 കൊല്ലം മുമ്പ് നടന്ന കാര്യം പറയും, അല്ല 50 വർഷം മുമ്പ് നടന്ന കാര്യം പറയും അല്ലേ? അതൊക്കെ നമ്മൾ ഈ നാവുള്ളത് കൊണ്ടല്ല ഈ കോലാഹലങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഗേന്ദ്രിയം ഇല്ലെങ്കിലോ ഇത് വല്ലോ ചെയ്യാൻ സാധിക്കുമോ? ഈ അഭ്യാസം വല്ലോ നടത്താൻ സാധിക്കുമോ? അതാണ് പറയുക. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഏവം സർവേഷാം സ്ഥാനേ ജിഹ്വേ, വിവിധ തരത്തിലുള്ള വാക്കുകളുടെയൊക്കെ ലയസ്ഥാനം ഏകീഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ഠത്തിലാകുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ. അടുത്തത് ചക്ഷു. ഏവം സർവേഷാം രൂപാണാം ചക്ഷുഹു ഏകായതനം. പല പല രൂപങ്ങൾ അല്ലേ? നല്ലതും ചീത്തയുമായ പല പല രൂപങ്ങൾ അല്ലേ? മനുഷ്യൻ എന്ന രൂപം അല്ലേ? പ്രകൃതി എന്ന രൂപം അല്ലേ? പിന്നെ മൃഗങ്ങൾ എന്ന രൂപം, പശു എന്ന രൂപം, കാള എന്ന രൂപം, ആന എന്ന രൂപം, പുലി എന്ന രൂപം, കുരങ്ങൻ എന്ന രൂപം അല്ലേ? സ്ത്രീ എന്ന രൂപം, പുരുഷൻ എന്ന രൂപം അല്ലേ? മരങ്ങൾ എന്ന രൂപം, നദി എന്ന രൂപം, എന്തെല്ലാം രൂപങ്ങളാണ് നമ്മൾ ഒരു ദിവസം കാണുന്നത്. അതൊക്കെ ആ രൂപങ്ങളൊക്കെ എവിടെയാണ് ഏകീഭവിക്കുന്നത്? കണ്ണിൽ, ഈ ചക്ഷുഗോളകത്തിലാണല്ലേ? ചക്ഷു ഉള്ളത് കൊണ്ടല്ലേ നമുക്കത് കാണാൻ സാധിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ പറയുക അല്ലേ ഇല്ല അത് കാണരുത്, എത്ര സമയം പറ്റും? കുറച്ച് സമയമുള്ളൂ അല്ലേ? അപ്പോൾ സുഖവും ദുഃഖവുമായ ഏത് രൂപങ്ങളും കാണുന്നത് ഏകീഭവിക്കുക. ആ രൂപങ്ങളൊക്കെ ഏകസ്ഥാനം ചക്ഷുവാകുന്നു. ചക്ഷുഹു ഏകായതനം. അടുത്തത് ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രമേകായതന. വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ എവിടെയാണ്? ശ്രോത്രേന്ദ്രിയത്തിലാണ്. നമുക്ക് ചെവിടുള്ളത് കൊണ്ടാണ്
ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം ആ ശബ്ദങ്ങളൊക്കെ, ഒരാൾ എന്നെ നല്ല ചീത്ത പറയുകയാണ്, അല്ല നമ്മളിങ്ങനെ മുറിയിലിരിക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, മുന്നിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, അപ്പം ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാനതെങ്ങനെയാണ് കേൾക്കുന്നത്? ചെവിട് കൊണ്ടല്ലേ. അല്ല ആ ആൾ തന്നെ പിറ്റേ ദിവസം വന്നിട്ട് അയ്യോ ഞാൻ പറഞ്ഞൊക്കെ ശരി മോശമായിപ്പോൾ, എനിക്ക് ആ പെട്ടെന്നുള്ള എൻ്റെ ദേഷ്യം കൊണ്ട് എൻ്റെ ക്രോധം അടക്കാൻ പറ്റാണ്ട് ഞാൻ വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാട്ടോ, നിങ്ങൾക്കൊന്നും തോന്നരുതേ എന്ന് പറഞ്ഞ് നാളെ വന്നിട്ട് നമ്മളെ സ്തുതിച്ചാലും നമ്മൾ എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? ചെവിട് കൊണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം ഏത് ശബ്ദങ്ങളായിക്കോട്ടെ അല്ലേ, ഏകീഭവിക്കുന്നത് എവിടെയാണ്? ശ്രോത്രേന്ദ്രിയത്തിലാണ്. പിന്നെ ഏവം, അത് ഇന്ദ്രിയങ്ങൾ പറഞ്ഞു, അത് എന്തൊക്കെയാണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അടുത്തത് പറയുകയാണ്, ഏവം സർവേഷാ സങ്കല്പാന മന ഏകായ. നമ്മുടെ സങ്കല്പങ്ങളൊക്കെ, ഇവിടെ സങ്കല്പം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ. സങ്കല്പം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ചിന്തകൾ എന്നാണ്, വൃത്തി എന്നാണ്. നമ്മളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസം ആയിരക്കണക്കിന് വൃത്തികൾ, ചിന്തകൾ അല്ലേ. എന്തോ ഒരു കണക്ക് ഈയിടെ എനിക്ക് ആരോ പറഞ്ഞു തന്നു, ഞാൻ ഓർക്കുന്നില്ല നമ്പർ. സ്ത്രീകൾക്കാണ് 8000 ചില്ലുവാനും ചിന്തകൾ, പുരുഷന്മാർക്ക് അതിൻ്റെ പകുതിയേ ഉള്ളെന്ന് WHO പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം എത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത് അല്ലേ. അതൊക്കെ എവിടെയാണ് ഏകീഭവിക്കുന്നത്? മനസ്സുള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലതും ചീത്തയും പുണ്യവും പാപവും സുഖവും ദുഃഖവും കാമവും ക്രോധവുമായ എല്ലാ ചിന്തകളെയും ചിന്തിക്കാൻ സാധിക്കുന്നത് മനസ്സുള്ളത് കൊണ്ടാണ്. അടുത്തത്, ഏവം സർവേഷാം വിദ്യാന ഹൃദയമേകായതന. ഇവിടെ ഹൃദയം എന്ന് വെച്ചാൽ വിജ്ഞാനമയ കോശമാണ്, ബുദ്ധിയെയാണ് ഹൃദയം എന്ന് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ട് ഹൃദയം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഈ ഹൃദയമായതുകൊണ്ട്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനേന്ദ്രിയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനേന്ദ്രിയത്തിന് സിനോണിമസ് ആയിട്ട് ഹൃദയം എന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ പമ്പിങ് ഹാർട്ട് എടുക്കരുത്. ഇവിടെ ഹൃദയം എന്ന് വെച്ചാൽ ബുദ്ധി പറയുന്നു. സർവേഷാം വിദ്യാന, വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനങ്ങൾ, നമ്മൾ ശേഖരിക്കുന്ന അറിവുകൾ. ആ അറിവൊക്കെ എവിടെയാണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്? നമ്മുടെ ബുദ്ധിയിലാണ്. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ആ വിജ്ഞാനമയ കോശം, ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്തെല്ലാം അറിവുകളാണ് ശേഖരിക്കുന്നത് അല്ലേ. നമ്മൾ കണ്ണിലൂടെ കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത്, ആ അറിവൊക്കെ ബുദ്ധിയിലേക്കാണ് നമ്മൾ ക്രോഡീകരിക്കുന്നത്, ഏകീഭവിക്കുന്നത്. അത് അങ്ങനെ മനസ്സും ബുദ്ധിയും കഴിഞ്ഞു. അടുത്തത് കർമ്മേന്ദ്രിയങ്ങൾ പറഞ്ഞു. ഏവം സർവേഷാം കർമാണാം ഹസ്തൈ ഏകായതനം. നമ്മുടെ കർമ്മങ്ങളൊക്കെ, നമ്മൾക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഹസ്തം, കൈ ഉള്ളത് കൊണ്ടാണ് അല്ലേ. എന്തെല്ലാം നമ്മൾ എഴുതുന്നു, പഠിക്കുന്നു അല്ലേ, ഭക്ഷണം പാകം ചെയ്യുന്നു, എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യുന്നത്? ഹസ്തം അല്ലേ. ഹസ്തത്തിലാണ് അതെല്ലാം ഏകീഭവിക്കുന്നത്. കർമ്മങ്ങളുടെ പ്രധാന സ്ഥാനം ഹസ്തമാകുന്നു, കൈകളാകുന്നു. അടുത്തത്, ഏവം സർവേഷാം ആനന്ദാന ഉപസ്ഥമയകായന. നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത് ഉപസ്ഥം എന്ന് വെച്ചാൽ ജനനേന്ദ്രിയം അല്ലേ. ആ ജനനേന്ദ്രിയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശരീരത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലേ. അതിലൂടെയാണ് പുതിയ തലമുറകൾക്ക് ജന്മം നൽകാൻ സാധിക്കുന്നത്. ഉപസ്ഥം എന്ന ഇന്ദ്രിയം ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ജനനേന്ദ്രിയത്തിൻ്റെ ആനന്ദം അനുഭവിക്കും? സാധ്യമല്ല. അപ്പോൾ അത് കർമ്മേന്ദ്രിയത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഒന്നും നമ്മുടെ സ്വന്തമല്ല അല്ലേ. എനിക്ക് പുത്രനോ പുത്രിയോ ഉണ്ട്, ഞാൻ വിചാരിക്കും എൻ്റെ കഴിവുകൊണ്ടാണ് പുത്രനും പുത്ര. ഒന്നുമല്ല, ആ ജനനേന്ദ്രിയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ജനനേന്ദ്രിയ ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടി. ഇപ്പം എൻ്റെയാണ് പുത്രനോ പുത്രി? ഭഗവാൻ എൻ്റെ ജനനേന്ദ്രിയത്തിന് വർക്കിംഗ് കപ്പാസിറ്റി നൽകിയത് കൊണ്ടാണ്. അതിലൂടെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാൻ സാധിച്ചത്. ഞാൻ വിചാരിക്കും അയ്യോ ഇല്ല എൻ്റെ കഴിവാണ് എൻ്റെ പുത്രൻ. ഒരിക്കലും അല്ല. അത് പറയുകയാണ് ഭഗവാൻ. അടുത്തത്, ഏവം സർവേഷാം വിസർജന പായുഹു ഏകായതനം അല്ലെ. നമുക്ക് വിസർജനേന്ദ്രിയം പ്രവർത്തിക്കുന്നത്, മലമൂത്രാദികൾ പോകുന്നത് അല്ലേ.
അതും നമ്മുടെ കഴിവല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പ്രാണൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ മലമൂത്രാദികൾ പോകുന്നത്. അത് പോകാണ്ടിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ, അല്ലേ? ഒരു ദിവസം 2 ദിവസം ആയിക്കോട്ടെ, മൂത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, വിസർജനേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അപ്പം നമ്മൾ ഓടും. അയ്യോ, എൻ്റെ വിസർജനേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, ഡോക്ടറെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ഓടും, അല്ലേ? അപ്പോൾ അത് വെറുതെ പ്രവർത്തിക്കുമ്പോൾ എന്താ, ഒരു പൈസയും മുടക്കണ്ട, പ്രവർത്തിക്കുമ്പോൾ നമുക്കതിന് വിലയില്ല. ഇവിടെ പറയുകയാണ് ഒന്നുമില്ല, അതൊക്കെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നു. അടുത്ത ഇന്ദ്രിയം ഏവം സർവേഷാം അധ്വാന എന്ന് വെച്ചാൽ ഗമനം, നടക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. നമുക്ക് നടക്കാൻ സാധിക്കുന്ന എന്നാണ്. പാദം, കാലുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ തത്വബോധം മുതലേ പഠിച്ചതാ, അല്ലേ? ആ കാലിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ്, അല്ലേ? എന്തെങ്കിലും ഒന്ന് വരട്ടെ, മുട്ടുവേദന വരട്ടെ, അപ്പോഴേ നമ്മൾ അറിയുള്ളൂ ഈ ശരീരത്തിൻ്റെ ഈ 60 കിലോ മുഴുവൻ, അല്ലെ എത്രയാണ്, ആ കിലോ മുഴുവൻ ഭാരത്തെ താങ്ങി നിർത്തുന്നത് ആരാണ്? എൻ്റെ ഈ പാദങ്ങളാണ്, അല്ലേ? പാദമില്ലെങ്കിൽ എങ്ങനെ എൻ്റെ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും താങ്ങി നിർത്തും? ആര് താങ്ങി നിർത്തും? ആരും വരില്ല, അല്ലേ? പാദമാണ്. അതൊക്കെ നമുക്ക് നടക്കാൻ സാധിക്കുന്ന പോലും നമ്മുടെ കഴിവല്ല. ഏവം സർവേഷാം വേദാനാം വാക് ഏകായനം. ഇവിടെ വേദാന എന്ന് വെച്ചാൽ സംസാരിക്കുന്നത്, പറഞ്ഞത് തന്നെയാണ്, വീണ്ടും പറയുന്നു വാഗേന്ദ്രിയത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ നമ്മുടെ കണ്ഠം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രസിക്കാൻ സാധിക്കും. തൊട്ട് മുമ്പ് വേണേൽ നമുക്ക് രസനേന്ദ്രിയം എടുക്കാം, അല്ലേ? എനിക്ക് രുചിക്കാൻ സാധിക്കുന്നത് നാവുള്ളത് കൊണ്ടാണ്, സംസാരിക്കാൻ സാധിക്കുന്നത് നാവുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് ഏകീഭവിക്കുന്നത് വാക്കിലാകുന്നു. അവിടെ എഴുതിക്കോളൂ, മാണ്ഡൂക്യം 10ാമത്തെ മന്ത്രത്തിൽ നമ്മളത് പഠിക്കും, അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ മാണ്ഡൂക്യമാണ് കേട്ടോ. മാണ്ഡൂക്യത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ മന്ത്രം.